രമ്യ, കഴിഞ്ഞ 2 ദിവസം ഒരു സമാധാനത്തിലൂടെ പോയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും ആക്രമണം തുടരുകയാണ്. ഇറാൻ കുവൈറ്റിലാണ് നിലവിൽ ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള നാഷണൽ ഗാർഡ് സൈറ്റിലാണ് ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ആക്രമണത്തിൽ താവളത്തിന് നാശനഷ്ടം സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ശത്രു ഡ്രോൺ ലക്ഷ്യമിട്ട് പറന്നു എന്നുള്ളതാണ് ഏറ്റവും പുറത്തു വരുന്ന ഒരു വിവരമായി നമുക്ക് പറയാൻ കഴിയുന്നത്. നേരത്തെ രമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. നാളെയാണ് ചർച്ച നടക്കാൻ പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അതിക്രമം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. നമുക്കറിയുന്ന പോലെ ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾക്ക് പുറത്തു വന്നിരുന്നു. അത് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതായിരുന്നെങ്കിൽ പോലും അതിനിടയിൽ വീണ്ടും അതിക്രമം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്ലാമാബാദിലാണ് നാളെ ഇപ്പോൾ ഇതിന്റെ നിർണായകമായ ചർച്ച നടക്കുന്നത്. അങ്ങോട്ടേക്ക് ഇറാന്റെ പ്രതിനിധി സംഘമെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ ഒരു സഹായം നാറ്റോ തേടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ട്രംപുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.